കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും യുവതിവാക്കളുടെ തൊഴിലിനെയും, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാർ കീഴിൽ വരുന്ന തൊഴിലുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന തൊഴിൽ മേഖലാ സ്ഥാപനങ്ങൾ, IT പ്രൊഫഷൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചൈനീസ് മൊഴിയുണ്ട്. കേട്ടത് മറക്കുന്നു, കണ്ടതോർക്കുന്നു, ചെയ്തത് പഠിക്കുന്നു. കേട്ടതൊക്കെ മറക്കാം, റിപ്പീറ്റേഷൻ കൂടെ ഇല്ലെങ്കിൽ തീർത്തും മറന്നു പോകാം. കേൾക്കുമ്പോൾ 30% വരെ ഓർമ്മയിൽ നിൽക്കാം, പിന്നെ അങ്ങ് മറന്നു പോകാം. പക്ഷെ കണ്ടതൊക്കെ ഓർക്കും. 2-3 കൂട്ടുകാർ തമ്മിൽ ഒരു തർക്കം വന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. യുവരാജ് സിംഗ് ആണ് ഓരോ ഓവറിൽ 6 സിക്സ് അടിച്ച ഇന്ത്യൻ താരം, ക്രിക്കറ്റ് താരം. സംശയം വന്നപ്പോൾ ഒരുത്തൻ പറയുക, പോടാ ഞാൻ കണ്ടതാണ്. പക്ഷെ കണ്ടതൊക്കെ ഓർക്കും. സച്ചിൻ ടെണ്ടുൽക്കർ, രോഹിത് ശർമ്മ, വീരേന്ദ്ര സേവാഗ് 3 ഡബിൾ സെഞ്ചുറി അടിച്ചു. പക്ഷേ 219 വീരേന്ദ്ര സേവാഗ് അടിച്ചത്. അതിൽ സംശയം വന്നു, പോടാ ഞാൻ കണ്ടതാണ്. ഞാനും ആ കളി കണ്ടു. കണ്ടതോർക്കുന്നു, ചെയ്തത് പഠിക്കുന്നു. അപ്പോൾ കണ്ടതും കേട്ടതും ചെയ്തതുമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. അതിനൊരു മാറ്റമില്ല. ചെയ്തത് പഠിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പായാലും നമ്മൾ പഠിച്ചതും എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ മറക്കുമോ? ഇല്ല. ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മറക്കില്ല. ഗണിത ശാസ്ത്ര പുസ്തകങ്ങളെല്ലാം അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എഴുതി തന്നെ പഠിക്കണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x=-b +or-b² - 4ac/2a എന്ന് എക്കാലം ഓർമ്മിച്ചിരിക്കണമെങ്കിൽ അത് എഴുതി തന്നെ പഠിക്കണം, ചെയ്ത് തന്നെ പഠിക്കണം. അതിന് ഏറ്റവും വലിയ പൊതുവിജ്ഞാനം ഉണ്ടാക്കുവാൻ ഡെയിലി 2 പത്രം വായിക്കുക, ഒരു ഇംഗ്ലീഷ് പത്രവും ഒരു മലയാള പത്രവും. വായിച്ചതൊക്കെ എഴുതിയെടുക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നോട്ട് കുറിച്ചെടുക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഒരിക്കലും മറക്കത്തില്ല. TV വാർത്ത എന്നും കാണുക. കണ്ടതൊക്കെ ഓർമ്മിക്കും, മറക്കത്തില്ല. അപ്പോൾ കേട്ടത് മറക്കുന്നു, കണ്ടതോർക്കുന്നു, ചെയ്തത് പഠിക്കുന്നു. ഇത് ആർജവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഏവർക്കും കഴിയണം. അറിവിൻ്റെ കാണാപ്പുറം തേടിയുള്ള യാത്രയാണ്. തൊഴിലിൻ്റെ കാണാപ്പുറം തേടിയുള്ള യാത്രയിൽ ഒരു വഴിവിളക്കാകുവാൻ നമുക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.